നമസ്കാരം, ഏവർക്കും മഹാഭാരതം 13-ാം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചൂതുകളിയിൽ തോറ്റ യുധിഷ്ഠിരൻ്റെ ഭക്തിയായ ദ്രൗപദിയെ വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ് ദുശാസനൻ. അവൻ ദ്രൗപദിയെ വലിച്ചിഴച്ച് സഭയിൽ കൊണ്ടുവന്നു. തലമുടിയിന്മേലുള്ള പിടിവിടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുലച്ച് ദ്രൗപദിയെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സഭയിലെത്തി ദ്രൗപദി സദസ്സിനെയാകെ വീക്ഷിച്ചു. അവൾ ദയനീയമായി അവളുടെ ഭർത്താക്കന്മാരെ നോക്കി. നേരത്തെ തന്നെ കുപിതരായിരുന്ന അവർ തങ്ങളുടെ പത്നിയുടെ പരിതാപകരമായ അവസ്ഥ കണ്ടപ്പോൾ ക്രോധാവേശത്താൽ ജ്വലിച്ചു. എന്നാൽ അപ്പോഴത്തെ പരിസ്ഥിതികൾ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ദ്രൗപദി പറഞ്ഞു, തീണ്ടാർന്ന് ഒറ്റ വസ്ത്രം മാത്രം ധരിച്ചിരിക്കുന്ന എന്നെ വലിച്ചിഴയ്ക്കുന്ന ഈ ദുഷ്ടനെ തടുക്കാൻ ആരുമില്ലല്ലോ ഇവിടെ. ധർമ്മത്തിൻ്റെ ഗതി കാണുമ്പോൾ ധർമ്മബുദ്ധികൾക്കേ കഴിയൂ. ഈ സഭയിൽ ധർമ്മബുദ്ധികളായുള്ളവർ ആരുമില്ലേ? ഭീഷ്മൻ്റെയും ദ്രോണൻ്റെയും വിതുരൻ്റെയും ഒക്കെ പൗരുഷം എവിടെ പോയി? കഷ്ടം! ഭാരതന്മാരിൽ നിന്നും ധർമ്മം വിട്ടുപോയിരിക്കുന്നു. ക്ഷത്രിയ ധർമ്മം ഇവിടെ നശിച്ചിരിക്കുന്നു. എടി ദാസി ദാസി എന്ന് വിളിച്ചുകൊണ്ട് ദുശാസനൻ പൊട്ടിച്ചിരിച്ചു. കർണനും ശകുനിയും ഫേഷ് ഫേഷ് എന്ന് പറഞ്ഞ് ഏറ്റുചിരിച്ചു. ഇതെല്ലാം കണ്ട് ദുര്യോധനൻ തലയാട്ടി രസിച്ചുകൊണ്ടിരുന്നു. സഭയിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെ എല്ലാം മുഖമാടി. എല്ലാവരും തലകുനിച്ചിരുന്നു. ഭീഷ്മൻ പറഞ്ഞു, സുഭഗേ, ധർമ്മത്തിൻ്റെ ഗതി അതിസൂക്ഷ്മമാണ്. അതുകൊണ്ട് നിന്റെ ചോദ്യത്തിന് ധർമ്മോചിതമായ മറുപടി പറയാൻ ഞാൻ അശക്തനാണ്. സ്ത്രീ ഭർത്താവിന് വശംഗതയാണ്. ആ നിലയ്ക്ക് യുധിഷ്ഠിരൻ അടിമപ്പെട്ടതോടുകൂടി നീയും അടിമപ്പെട്ടു. ചതി പ്രയോഗിച്ചാണ് യുധിഷ്ഠിരനെ തോൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ യുധിഷ്ഠിരൻ സ്വമേധയാ ചൂതാട്ടത്തിൽ സംബന്ധിക്കുകയും താൻ തോറ്റിരിക്കുന്നുവെന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ കാര്യത്തിൽ മറ്റെന്തെങ്കിലും വിധി കൽപ്പിക്കാൻ അശക്തനാണ് ഞാൻ. ദ്രൗപദി പറഞ്ഞു, ധർമ്മപുത്ര മഹാരാജാവ് സദാ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ ഭർത്താവിൽ ഞാൻ ഇപ്പോഴും ഗുണമേ കാണുന്നുള്ളൂ. ഞാൻ വാക്കുകൾ കൊണ്ടുപോലും ലേശം ദോഷം അദ്ദേഹത്തിൽ ആരോപിക്കുകയില്ല. അദ്ദേഹം സ്വമേധയാ ചൂത് കളിക്കാൻ വന്നതല്ല. അദ്ദേഹത്തെ നിർബന്ധിച്ചു വരുത്തി ചതിയിൽ തോൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹം തോറ്റ് അടിമയായപ്പോൾ ഞാനും അടിമയായെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് എന്നെ പന്തയം വേപ്പിച്ചത് എന്തിന്? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടിമത്തോടു കൂടി ചേർന്ന് ഞാനും അടിമയായി ശത്രുക്കൾ കരുതിയിരിക്കുന്നത് തീർച്ചയല്ലേ? ഇപ്രകാരം എതിരാളികൾ സമ്മതിച്ചെന്ന സ്വാതന്ത്ര്യം ഞാൻ കൈവിടണമെന്നുണ്ടോ? സ്വതന്ത്രയായ എന്നെ അസ്വതന്ത്രൻ പണയം വെച്ചിരിക്കുന്നു. ഈ പണയം എങ്ങനെ സാധുവാകും? ഈ സഭയിൽ മക്കളും മരുമക്കളും ഉള്ള പലരുമുണ്ടല്ലോ. അവർ എൻ്റെ ചോദ്യത്തിന് ശരിയായ മറുപടി തരണമെന്ന് ഞാൻ അവരോട് അപേക്ഷിക്കുന്നു. ഇത് കേട്ടിട്ടും ദുശാസനൻ ദ്രൗപദിയെ തൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചില്ല. തലമുടിക്ക് പിടിച്ചു കൂടക്കേട് വലിക്കുകയും അസഭ്യങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ടുനിന്ന ഭീമന്റെ ക്ഷമ അസ്തമിച്ചു. അവൻ്റെ കണ്ണുകൾ രക്തവർണമായി. ക്രോധത്താൽ ചുണ്ടുകൾ വിറച്ചു. അവൻ ക്രോധത്തോടെ യുധിഷ്ഠിരനെ നോക്കി പറഞ്ഞു, മുഴുവൻ ധനവും രാജ്യവും ഞങ്ങളെ തന്നെയും പണയം വെച്ചു. എല്ലാം ശത്രുക്കളുടെ അധീനനായി. അതിനാൽ എനിക്ക് പരിഭവമില്ല. ചൂതുകളിക്കാരും ഭാര്യമാരെ പണയം വെച്ചതായി ഞാൻ കേട്ടിട്ടില്ല. ചൂതുകളിക്കാരുടെ വീട്ടിലെ വേലക്കാരുടെ കൂട്ടത്തിൽ അവിസാരികമാരുണ്ടായെന്ന് വരാം. അപ്പോഴും പോലും ആരും പണയം വയ്ക്കുകയില്ല. എന്നാൽ ദ്രൗപദിയെ അങ്ങ് പണയം വെച്ചത് കടുത്ത അക്രമമായി പോയി. ഇവൾ ഈ ദുഃഖത്തിനർഹതയില്ല. അങ്ങ് കാരണമായി അവൾ ക്ലേശം അനുഭവിക്കുന്നു. അവളുടെ പരിതാപം കണ്ടിട്ട് എനിക്ക് അങ്ങയോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. എടാ സഹദേവ, ഒരു പന്തം കത്തിച്ചു കൊണ്ടുപോവാ. ഈ ചൂതുകളിക്കാരൻ്റെ കൈ രണ്ടും ചുട്ടു വെണ്ണീറാക്കട്ടെ. ഇത് കേട്ട് അർജുനൻ പറഞ്ഞു, ഇത്തരം വാക്കുകൾ ഒരിക്കലും പറയാത്ത അങ്ങയുടെ ധർമ്മചിന്തയും ശത്രുക്കൾ നശിപ്പിച്ചു പോകും. നാം ധർമ്മം തെറ്റി നടക്കണമെന്നാണ് ശത്രുക്കൾ ആഗ്രഹിക്കുന്നത്. അത് ചെയ്തു പോകരുത്. യുധിഷ്ഠിരനേക്കാൾ ധർമ്മനിഷ്ഠയുള്ളവർ ആരുണ്ട്? ഭീമൻ പറഞ്ഞു, അനുജ, നീ പറഞ്ഞത് ശരിയാണ്. താൽക്കാലിക വികാരത്തിന് അടിമപ്പെട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ക്ഷമിക്കൂ. സഭയിൽ നടന്ന നിന്ദ്യമായ സംഭവങ്ങൾ ആകുലത്തോടെ വീക്ഷിച്ചു കൊണ്ടിരുന്ന ദുര്യോധനന്റെ അനുജനായ വികർണൻ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് സഭാവാസികളോടായി ഉച്ചത്തിൽ പറഞ്ഞു, ഹേ രാജാക്കന്മാരെ, പാഞ്ചാലി ചോദിച്ചതിന് നിങ്ങളാരും ഉത്തരം പറയാതെ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇതിനു മറുപടി പറയണം. അച്ഛനും മുത്തച്ഛനും ഇത് കേട്ടില്ലേ? ആചാര്യന്മാരായ ദ്രോണർക്കും കൃപനും വിതുരർക്കും ഒന്നും പറയാനില്ലേ? വികർണൻ ഇപ്രകാരം പല പ്രാവശ്യം പറഞ്ഞിട്ടും എല്ലാവരും മൗനം പൂണ്ടിരുന്നതേയുള്ളൂ. വികർണൻ കോപാകുലനായി. കണ്ണുകളിൽ കൂടി തീപ്പൊരി പാറി. കൈകൾ കൂട്ടിയിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, യുധിഷ്ഠിരനെ നിർബന്ധിച്ചാണ് ചൂതാടിച്ചത്. യുധിഷ്ഠിരനു പാഞ്ചാലിയെ തൻ്റെ പ്രത്യേക ധനമായി കരുതി പന്തയം വയ്ക്കാൻ ഒരവകാശവുമില്ല. അവൾ പാണ്ഡവന്മാർക്കെല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. പിന്നെ പാഞ്ചാലിയെ യുധിഷ്ഠിരൻ്റെ ഇഷ്ടപ്രകാരം പന്തയം വെച്ചതല്ല. ശകുനി നിർബന്ധിച്ചു പറഞ്ഞു
കുടുക്കിയതാണ്. ആകയാൽ എൻ്റെ വ്യക്തമായ അഭിപ്രായം ഈ പന്തയം സാധുവല്ലെന്നാണ്. പാഞ്ചാലി സ്വതന്ത്രയാണ്, ആരുടെയും അടിമയല്ല. ഇത് കേട്ടപ്പോൾ സഭാവാസികൾ വികർണനെ ശ്ലാഘിക്കുകയും ഫേഷ് വികർണൻ പറഞ്ഞത് ശരിയാണ്, ന്യായമാണ് എന്ന് പറയുകയും ചെയ്തു. കർണനാണ് വികർണനോട് മറുപടി പറഞ്ഞത്. അവൻ പറഞ്ഞു, ഹേ വികർണ, നീ ഒരു മൂഢനാണ്. ഇവിടെ എത്രയോ മഹാശയന്മാർ ഇരിക്കുന്നു. അവരാരും പാഞ്ചാലിയുടെ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെല്ലാം വിചാരിക്കുന്നു പന്തയത്തിൽ തോറ്റ് ദ്രൗപദി ദാസിയായി കഴിഞ്ഞുവെന്നും. അഗ്രജൻ എന്നുള്ള നിലയ്ക്ക് യുധിഷ്ഠിരൻ ചെയ്യുന്നതെല്ലാം മറ്റു പാണ്ഡവന്മാർക്കും ബാധകമാണ്. പാഞ്ചാലിയെ പന്തയം വയ്ക്കുന്നുവെന്ന് യുധിഷ്ഠിരൻ തന്നെയാണ് പറഞ്ഞത്. അത് മറ്റു പാണ്ഡവന്മാരും സമ്മതിച്ചാണ്. പിന്നെ നിനക്ക് മാത്രം അവൾ അടിമയല്ലെന്ന് തോന്നാൻ കാരണമെന്താണ്? പാണ്ഡവന്മാരുടെ ധനവും ഇവളും പാണ്ഡവന്മാരും എല്ലാം ശകുനി ധർമ്മപ്രകാരം നേടിയ ധനമാണ്. ഹേ ദുശാസന, ഈ വികർണൻ പമ്പര വിഡ്ഢിയാണ്. പാഞ്ചാലിയും പാണ്ഡവന്മാരും നമ്മുടെ അടിമകളാണെന്ന് ഇവന് തെളിയിച്ചു കൊടുക്കുക. ഇവരുടെ വസ്ത്രമെല്ലാം അഴിച്ചു വാങ്ങുക. കുലീനന്മാരെ പോലെ വസ്ത്രം ധരിച്ച് നമ്മുടെ മുന്നിൽ നിലഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ഇവർ? കർണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ പാണ്ഡവന്മാരെല്ലാം അവരുടെ ഉത്തരീയം അഴിച്ചു താഴെ വെച്ചു. പാഞ്ചാലി ഒന്നും ചെയ്തില്ല. ദുശാസനൻ അവളുടെ വസ്ത്രം അഴിച്ചെടുക്കാൻ ബലമായി അതിന്മേൽ പിടിച്ചു. പാഞ്ചാലി ഇരു കൈകൊണ്ടും മുഖം പൊത്തി വാവിട്ടു നിലവിളിച്ചു. ആവൽ ബാന്ധവനായ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് വിലപിച്ചു. കൃഷ്ണ, ഗോവിന്ദ, ജനാർദ്ദന, സർവാന്തരീയമായ വിശ്വാത്മാവി, ഞാൻ അപമാനിതനായി വലയുന്നത് അങ്ങ് കാണുന്നില്ലേ? അനാഥ രക്ഷക, ഈ അഗതിയെ രക്ഷിക്കണമേ. അവളെല്ലാം വിസ്തരിച്ചും ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ മാത്രം ഏകാഗ്രമായി ധ്യാനിച്ചുകൊണ്ട് അവിടെ നിന്നു. എന്തൊരാശ്ചര്യം! ഏകവസ്ത്രം മാത്രം ധരിച്ചിരുന്ന പാഞ്ചാലിയുടെ വസ്ത്രം ദുശാസനൻ അഴിച്ചെടുത്തപ്പോൾ പാഞ്ചാലി മറ്റൊരു വസ്ത്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ദുശാസനൻ അതഴിച്ചെടുത്തപ്പോൾ ശരീരത്തിൽ വീണ്ടും വസ്ത്രം. ഓരോ വസ്ത്രം അഴിച്ചെടുക്കുമ്പോഴും മറ്റൊരു വസ്ത്രം കൊണ്ട് പാഞ്ചാലിയുടെ മേനി അനാച്ഛേദനം ചെയ്തപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ധർമ്മം അവളെ രക്ഷിച്ചു. ഈ അത്ഭുതം കണ്ടപ്പോൾ ആർപ്പുവിളികളും ആഹ്ലാദ പ്രകടനവും കൊണ്ട് സഭാന്തരീക്ഷം മുഖരിതമായി. എല്ലാവരും പാഞ്ചാലിയെ വാഴ്ത്തി ദുശാസനനെ നിന്ദിച്ചു. ഇപ്രകാരമൊരു അത്ഭുതം അവരാരും ഇതിനു മുമ്പ് എങ്ങും കാണുകയോ കേൾക്കുകയോ ചെയ്തിരുന്നില്ല. ദുശാസനന് വാശിയേറി. അവൻ തുരുതുരാ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റാൻ തുടങ്ങി. അപ്പോഴൊക്കെ പല നിറത്തിലുള്ള പുതിയ പുതിയ വസ്ത്രങ്ങൾ പാഞ്ചാലിയുടെ ശരീരത്തിൽ കണ്ടു. അഴിച്ചെടുത്ത വസ്ത്രങ്ങളുടെ കൂമ്പാരം ഒരു മല പോലെ സഭയിൽ ഉയർന്നു. ദുശാസനന്റെ കൈകൾ കുഴഞ്ഞു. അവൻ ക്ഷീണിതനായി നാണം കെട്ട് പിന്മാറി. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം കണ്ടപ്പോൾ ഭീമൻ രോക്ഷാകുലനായി. മേഘനിർധാരം പോലുള്ള ശബ്ദത്തിൽ അവൻ അലറി, ലോകമെമ്പാടുമുള്ള ക്ഷത്രിയന്മാരെ, നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടുകൊള്ളുവിൻ. പാപിയും ദുർബുദ്ധിയും ഭരതകുലത്തിലെ അധമനുമായ ഈ ദുഷ്ടന്റെ മാർത്തട്ട് പോരിൽ പിളർന്ന് ഇവന്റെ രക്തം ഞാൻ കുടിക്കും. ഇത് സത്യം, സത്യം, സത്യം. സഭാവാസികൾ ഭീമനെ അഭിനന്ദിച്ചു. ദുശാസനൻ അതിനർഹനാണെന്ന് ചിലർ വിളിച്ചു പറഞ്ഞു. ജനങ്ങൾ പ്രക്ഷുബ്ധരായി. അവർ ധൃതരാഷ്ട്രനോട് വിളിച്ചു പറഞ്ഞു, ദ്രൗപദിയോട് നീതി കാട്ടുക, അവളുടെ ചോദ്യത്തിന് മറുപടി പറയുക. സഭാരംഗം പ്രക്ഷുബ്ധമായിരിക്കുന്നത് കണ്ടപ്പോൾ പാഞ്ചാലിയെ അകത്തേക്ക് കൊണ്ടുപോകാനായി ദുര്യോധനൻ നിർദ്ദേശം കൊടുത്തു. ദുശാസനൻ വീണ്ടും ദ്രൗപദിയെ പിടിച്ചു വലിക്കാൻ ഒരുമ്പെട്ടു. പാഞ്ചാലി ഒരു പുലിയെപ്പോലെ ചീറിക്കൊണ്ട് പറഞ്ഞു, ഛേ ദുഷ്ട, എന്നെ തൊട്ടുപോരുത്. നീ എന്തു വിചാരിച്ചു ഞാൻ അഗതിയാണെന്നോ? ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അകമഴിഞ്ഞ അനുഗ്രഹം നേടിയ ഞാൻ അഗതിയല്ല. കള്ളച്ചൂതിൽ മറ്റോറ്റെങ്കിലും വീരശൂര പരാക്രമികളായ പാണ്ഡവന്മാരുടെ പത്നിയായി ഞാൻ അബലയുമല്ല. അല്ലയോ കൗരവന്മാരെ, മറ്റു സഭാവാസികളെ, എന്നെ ഖലനായ ഈ ദുശാസനൻ ഇവിടെ വലിച്ചിഴച്ചു കൊണ്ടുവന്നപ്പോൾ നിങ്ങളെ വന്ദിക്കാൻ കഴിയാത്തതിന് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ എല്ലാവരെയും വന്ദിക്കുന്നു. എൻ്റെ ചോദ്യത്തിന് നിങ്ങളാരും മറുപടി പറഞ്ഞില്ല. ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു, ഞാൻ ദാസിയോ ജിതയോ അജിതയോ? നിങ്ങൾ പറയുവിൻ. ദുര്യോധനൻ, ഹേ പാഞ്ചാലി, നിന്റെ ചോദ്യത്തിന് നിന്റെ ഭർത്താക്കന്മാരായ ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവർ മറുപടി പറയട്ടെ. യുധിഷ്ഠിരൻ അവരുടെ നാഥനല്ലെന്ന് ഈ സഭാമധ്യത്തിൽ വെച്ച് നിനക്ക് വേണ്ടി പറഞ്ഞാൽ നിന്നെ വിട്ടയക്കാം. ഭീമൻ പറഞ്ഞു, മഹാനായ ധർമ്മരാജാവ് ഞങ്ങളുടെ കുലത്തിൻ്റെ ഗുരുവാണ്. അദ്ദേഹം ഞങ്ങളുടെ സ്വാമി ആയതുകൊണ്ടാണ് ഇവിടെ നടന്നതെല്ലാം ഞങ്ങൾ പൊറുക്കുന്നത്. ഇദ്ദേഹം തോറ്റതായി കരുതിയാൽ ഞങ്ങളും തോറ്റത് തന്നെ. ദ്രൗപദിയുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ചവൻ ഇപ്പോഴും ഭൂമിയിൽ കാലുകുത്തി നിൽക്കുന്നത് ഈ ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ ആദരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഭീമൻ പറഞ്ഞത് കേട്ട് യുധിഷ്ഠിരൻ നിശേഷ്ടനായി നിന്നതേയുള്ളൂ. അപ്പോൾ ദുര്യോധനൻ യുധിഷ്ഠിരനെ നോക്കി പറഞ്ഞു,
ഭീമനും അർജുനനും നകുലനും സഹദേവന്മാരും നിന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന നിലയ്ക്ക് ഇനി നിന്റെ അഭിപ്രായം മാത്രമേ അറിയേണ്ടതുള്ളൂ. നീ പറയൂ, അവൾ ദാസിയോ അദാസിയോ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഐശ്വര്യമതത്താൽ മോഹിതനായ ആ ധാർത്തരാഷ്ട്രൻ പാഞ്ചാലിയെ നോക്കി പിഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ ഇടത്തെ തുട നഗ്നമാക്കി തുടയിൽ തട്ടിക്കൊണ്ട് വിജയഭാവത്തിൽ ഭീമസേനനെ നോക്കി ചിരിച്ചു. ഇത് കണ്ടപ്പോൾ കത്തിജ്വലിക്കുന്ന കോപത്തോട് രൂക്ഷിതമായ കണ്ണുകൾ തെളിച്ച് ആ സഭ മുഴുവൻ നടുങ്ങത്തവണ്ണം ഗർജിച്ചുകൊണ്ട് ഭീമൻ പറഞ്ഞു, എടാ ദുര്യോധന, യുദ്ധത്തിൽ നിന്റെ ഈ തുട ഞാൻ എൻ്റെ ഗത കൊണ്ട് അടിച്ചുടയ്ക്കാതിരുന്നാൽ എനിക്ക് പിതൃലോകം ലഭിക്കാതെ പോകട്ടെ. കാര്യങ്ങൾ ഒരു തീരുമാനത്തിലുമെത്താതെ ധർമ്മത്തിൻ്റെ സൂക്ഷ്മാവസ്ഥയെക്കുറിച്ച് ഇത്തരം വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കെ ധൃതരാഷ്ട്രൻ്റെ കൊട്ടാരത്തിൽ ഭയങ്കരമായ ശകുനങ്ങളുണ്ടായി. പവിത്രമായ സ്ഥാനങ്ങളിൽ കുറുക്കന്മാർ കയറി ഓരിയിട്ടു. അസംഖ്യം കഴുതകൾ കരഞ്ഞു. ശവന്തീനികളായ കഴുകന്മാർ ചുറ്റിപ്പറന്നു. ഭീകരമായ ശബ്ദം കേട്ട് ഗാന്ധാരി ഭയപ്പെട്ടു, നടുങ്ങി. അവർ വിവരമെല്ലാം ധൃതരാഷ്ട്രനെ അറിയിച്ചു. അദ്ദേഹം ഭയചകിതനായി. ധൃതരാഷ്ട്രർ ദുര്യോധനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, എടാ ദുര്യോധന, നിന്റെ ദുർബുദ്ധി കൊണ്ട് എല്ലാം നശിക്കാൻ പോകുന്നു. കുരുശ്രേഷ്ഠന്മാർ നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ വെച്ച് ദ്രൗപദിയെക്കുറിച്ച് തർക്കിക്കുകയോ? നീ നിർത്ത് നിന്റെ ദുർഭാഷണം. മകളെ പാഞ്ചാലി, നീ എൻ്റെ സനുഷകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും സ്വാധീൻ ധർമ്മിഷ്ഠയുമാണ്. നിന്റെ ആഗ്രഹം എന്താണ്? ദ്രൗപദി പറഞ്ഞു, പ്രഭു, ശ്രീമാനും ധർമ്മിഷ്ഠനുമായ യുധിഷ്ഠിരൻ അദാസാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദാസനല്ലാതായിരിക്കണം അദ്ദേഹം. ധൃതരാഷ്ട്രർ പറഞ്ഞു, നിന്റെ അഭ്യർത്ഥന സഫലമായിരിക്കുന്നു. നിനക്ക് ഇനിയും എന്താണ് ആഗ്രഹം പറയൂ, അത് ഞാൻ സാധിച്ചു തരാം. ദ്രൗപദി പറഞ്ഞു, രഥങ്ങളോടും ആയുധങ്ങളോടും കൂടി ഭീമാർജുനന്മാരും നകുല സഹദേവന്മാരും ദാസ്യത്തിൽ നിന്നൊഴിഞ്ഞു സ്വതന്ത്രമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ധൃതരാഷ്ട്രർ പറഞ്ഞു, അങ്ങനെ ഭവിക്കട്ടെ മകളെ. 2 വരം കൊണ്ട് ഞാൻ തൃപ്തനല്ല. 3-ാമതും വരം വാങ്ങുക. എന്താണ് നിന്റെ അടുത്ത ആഗ്രഹം? ദ്രൗപദി ചോദിച്ചു. മഹാരാജാവേ, ലോഭം ധർമ്മത്തെ നശിപ്പിക്കും. അതിന് ഞാൻ ഒരുങ്ങുന്നില്ല. വൈശ്യന് 1 വരം, ക്ഷത്രിയ സ്ത്രീകൾക്ക് 2 വരം, രാജാക്കന്മാർക്ക് 3 വരം, ബ്രാഹ്മണന് 100 വരം എന്നാണല്ലോ ശാസ്ത്രോത്കൃതം. നിയമം ലംഘിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഷ്ടത്തിൽപ്പെട്ട എൻ്റെ ഭർത്താക്കന്മാർ സൽക്കർമ്മങ്ങൾ മൂലം ശ്രേയസ് നേടാൻ സ്വയം പ്രാപ്തരാകും. യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രന്മാരുടെ മുമ്പാകെ എത്തി പാദങ്ങളിൽ തൊട്ട് വന്നിച്ച് കൈകൂപ്പി നിന്നു. അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, അവിടുത്തെ പുത്രൻ യുധിഷ്ഠിരൻ ഇതാ നിൽക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ സ്വാമി. ചെയ്യേണ്ടത് എന്തെന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും. ധൃതരാഷ്ട്രർ, മകനെ, നീ അജാത ശത്രുവാണ്. നിനക്ക് മംഗളമുണ്ടാവട്ടെ. നീ കുണ്ഠിതം കളഞ്ഞു പോയിക്കൊള്ളുക. നിങ്ങൾ സർവ്വധനങ്ങളോടുകൂടി സ്വന്തം രാജ്യം ഭരിച്ച് സസുഖം വാഴുക. ഉണ്ണി യുധിഷ്ഠിര, നീ ധർമ്മത്തിൻ്റെ സൂക്ഷ്മമായ ഗതി കണ്ടവനാണ്. ശ്രേഷ്ഠനായ നീ സഭയിൽ വെച്ചു മര്യാദ ലംഘിക്കാതെ വർത്തിച്ചു. ദുര്യോധനൻ പ്രവർത്തിച്ച അവിവേകം നീ മനസ്സിൽ വെക്കരുത്. ഗാന്ധാരിയായ അമ്മയെയും ഗുണകാംക്ഷിയായ വൃദ്ധനായ ഈ കുരുടനെയും നീ ഓർക്കണം. നിന്നിൽ ധർമ്മവും പാർത്ഥനിൽ ധൈര്യവും ഭീമനിൽ പരാക്രമവും പുരുഷവ്യാക്രമകരമായ നകുല സഹദേവന്മാരിൽ ശ്രദ്ധയും ശുശ്രൂഷയും വിളമ്പുന്ന നിങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിക്കൊള്ളുക. ഇപ്രകാരം ധൃതരാഷ്ട്രരുടെ ആശീർവാദം വാങ്ങി ഗുരുക്കന്മാരും ശ്രേഷ്ഠ ജനങ്ങളെയും വന്ദിച്ച് യുധിഷ്ഠിരൻ സഹോദരന്മാരോടും പാഞ്ചാലിയോടും കൂടി സന്തുഷ്ടരായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. ദുര്യോധനൻ ആഗ്രഹിച്ചതൊക്കെ കയ്യിൽ കിട്ടി. എന്നാൽ അത് സ്വപ്നത്തിൽ ലഭിച്ചതുപോലെ ആയിരിക്കുന്നു. ഇപ്പോൾ ഒന്നും കയ്യിലില്ല. എല്ലാം അതിൻ്റെ ഉടമസ്ഥന്മാരുടെ കൈവശം തന്നെ ഇരിക്കുന്നു. അവർ വന്നതുപോലെ മടങ്ങിപ്പോവുകയും ചെയ്തു. ദുര്യോധനൻ, ദുശാസനും കർണനും ശകുനിയും ഒരുമിച്ച് കൂടി ആലോചനയായി. കഷ്ടപ്പെട്ടു നേടിയ ധനമൊക്കെ അന്ധനായ കിഴവൻ കളഞ്ഞു കുളിച്ചിരിക്കുന്നു. അത് എങ്ങനെ തിരിച്ചെടുക്കണം? അതിനെന്താണ് വഴി? ധൃതരാഷ്ട്രരുടെ ഹൃദയത്തിൽ പാണ്ഡവന്മാരുടെ വിരോധമുണ്ടെന്ന് ദുര്യോധന പ്രത്യാദികൾക്ക് നല്ല ബോധ്യമുണ്ട്. സാഹചര്യത്തിൻ്റെ പ്രേരണ കൊണ്ട് മാത്രമാണ് എല്ലാ പാണ്ഡവന്മാർക്കും മടക്കിക്കൊടുത്തതെന്നും അവർക്കറിയാം. അതുകൊണ്ട് വീണ്ടും ധൃതരാഷ്ട്രനെ തന്നെ സ്വാധീനിച്ച് എല്ലാം വീണ്ടെടുക്കുന്നതിനുള്ള ഉപായത്തെപ്പറ്റി അവർ ആലോചിച്ചു. അവർ 4 പേരും കൂടി ധൃതരാഷ്ട്രരെ സമീപിച്ചു. ദുര്യോധനൻ പറഞ്ഞു, പ്രിയപ്പെട്ട അച്ഛ, എന്തവിവേകമാണ് അങ്ങ് ചെയ്തത്? ദേവാചാര്യനായ ബൃഹസ്പതി ദേവേന്ദ്രനോട് പറഞ്ഞ നീതിഭാഷണം അങ്ങ് കേട്ടില്ലേ? ഏത് ഉപായം പ്രയോഗിച്ചാലും ശത്രുക്കളെ കൊല്ലണമെന്നാണ്. പാണ്ഡവന്മാർ നമുക്കെതിരായിട്ട് പത്തിപിടർത്തി നിൽക്കുന്ന സർപ്പങ്ങളാണ്. അങ്ങനെയുള്ള സർപ്പങ്ങളെ നാം ഇപ്പോൾ നോവിക്കുക ചെയ്തിരിക്കുന്നു. ആ സർപ്പങ്ങൾ നമ്മളെ കൊത്തി വിഴുങ്ങാതിരിക്കുമോ? അതുകൊണ്ട് നമ്മുടെ സ്വയം രക്ഷയെ കരുതി അവരെ കൊന്നില്ലെങ്കിലും അവരുടെ വിഷപ്പല്ലെങ്കിലും പറിച്ചെടുക്കണം. അതിന് അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ അനുജന്മാരും പാണ്ഡവ സർപ്പങ്ങളുടെ കടിയേറ്റ് അപമൃത്യു അടയും. അങ്ങനെ സംഭവിക്കുന്നത് അച്ഛൻ ഇഷ്ടമാണോ?
അവരെല്ലാം പ്രതികാരം ചെയ്യുമെന്ന് ശപഥം ചെയ്തിട്ടാണ് തേരിൽ കയറിയത്. പാഞ്ചാലിയോട് നാം ചെയ്തത് അവരാരെങ്കിലും പൊറുക്കുമെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ? അവർ ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നാൽ ഉടൻ തന്നെ നമ്മളോട് യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പായിരിക്കും ചെയ്യുന്നത്. അവർ നേരിട്ട് പോരിന് തയ്യാറായാൽ അവരെ എതിർക്കാനുള്ള കരുത്ത് നമുക്കുണ്ടോ? അച്ഛന് ഞങ്ങളുടെ നിലനിൽപ്പിൽ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ വേണ്ടത് പ്രവർത്തിക്കണം. ഇനിയും വൈകിട്ടില്ല. ധൃതരാഷ്ട്രർ വീണ്ടും പുത്രവാത്സ്യത്തിൻ്റെ ചുഴിയിൽപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ഞാനിപ്പോൾ എന്ത് വേണമെന്നാണ് നീ പറയുന്നത്? ദുര്യോധനൻ വനവാസത്തിന് വേണ്ടിയുള്ള ചൂതാട്ടത്തിന് വിളിക്കാം. അച്ഛൻ കൽപ്പിച്ചാൽ യുധിഷ്ഠിരൻ നിശ്ചയമായും വരും. ഒരു കരാറോടുകൂടി ചൂത് കളിക്കാം. അവരോ ഞങ്ങളോ ആര് ചൂതിൽ തോറ്റാലും തോറ്റവർ 12 സംവത്സരം വനവാസം ചെയ്യണം. 13ാമത്തെ വർഷത്തിൽ ജനമധ്യത്തിൽ അജ്ഞാതവാസം ചെയ്യണം. ആളെ അറിഞ്ഞാൽ വീണ്ടും 12 വനവാസം ചെയ്യണം. ഇതായിരിക്കണം കരാറ്. അമ്മാവൻ അവരെ നിഷ്പ്രയാസം ചൂതിൽ ജയിക്കും. 13 വർഷത്തെ വ്രതം കഴിഞ്ഞ് വരുമ്പോൾ നമുക്കവരെ നിശേഷം തോൽപ്പിക്കുകയും ചെയ്യാം. അതിനുള്ള കരുത്ത് അതിനിടയിൽ നമുക്ക് സമ്പാദിക്കാൻ കഴിയും. ധൃതരാഷ്ട്രൻ സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, അവർ ഇപ്പോൾ വളരെ ദൂരത്തെത്തിയിട്ടുണ്ടാവും. എങ്കിലും അവരെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരിക. കളി ഒരിക്കൽ കൂടി നടക്കട്ടെ. ധൃതരാഷ്ട്രന്റെ ഈ തീരുമാനം കേട്ടപ്പോൾ എല്ലാവരും രണ്ടാമതൊരു ചൂതാട്ടം നടത്തുന്നതിൽ നിന്ന് വിരമിക്കണമെന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചു. പുത്രസ്നേഹം മൂലം ആപത്തിലേക്ക് ഇറങ്ങരുതെന്ന് ഭീഷ്മൻ, ദ്രോണൻ, ധ്രുവൻ, വിതുരൻ, അശ്വത്ഥാത്മാവ്, വികർണൻ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തോട് അപേക്ഷിച്ചു. എന്നാൽ അതെല്ലാം അദ്ദേഹം അവഗണിച്ചു. ധൃതരാഷ്ട്രർ തന്നെ പ്രതികാമിയായി വിളിച്ചു. വേഗത്തിൽ പോയി യുധിഷ്ഠിരനെയും സഹോദരന്മാരെയും വിളിച്ചു കൊണ്ടുവരാൻ നിയോഗിച്ചു. ധൃതരാഷ്ട്രരുടെ തീരുമാനം അറിഞ്ഞപ്പോൾ ഗാന്ധാരിക്ക് അനൽപമായ കുണ്ഠിതമുണ്ടായി. അവൾ ഭർത്താവിൻ്റെ അടുത്തെത്തി പറഞ്ഞു, ഭവാന്റെ പുത്രന്മാർ ദുഷ്ടന്മാരാണ്. അവരുടെ താന്തോന്യത്തിൽ നിന്ന് ഭവാൻ അനുകൂലിച്ചാൽ ആപത്ത് വന്നുകൂടും. ദുര്യോധനൻ ജനിച്ച സമയത്തുണ്ടായ ദുശകുനം അങ്ങോർക്കുന്നില്ലേ? ഇവൻ കുലം മുടിക്കും. ശാന്തരായ പാണ്ഡവരെ ഇനിയും പ്രകോപിപ്പിക്കുന്നത് ശരിയല്ല. കെട്ടി നിർത്തിയ ചിറ പൊട്ടിക്കരുത്. കെട്ടടങ്ങിയ അഗ്നി വീണ്ടും ജ്വലിപ്പിക്കരുത്. വിജ്ഞനും വൃദ്ധനുമായ അങ്ങ് ഒരിക്കലും ബാലനെ പോലെയാകരുത്. അങ്ങയുടെ പുത്രന്മാരെ അങ്ങ് നിയന്ത്രിക്കുക. അവർ അങ്ങയെ നിയന്ത്രിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ദുഷ്പ്രവർത്തി കൊണ്ട് നേടുന്ന ധനം നശിക്കും. നല്ല മാർഗത്തിൽ കൂടി നേടുന്ന ഐശ്വര്യം സമ്പത്ത് മാത്രമേ പുത്രപൗത്രന്മാർക്ക് അനുഭവയോഗ്യമാകുകയുള്ളൂ. ഗാന്ധാരിയുടെ ധർമ്മോപദേശത്തിന് ധൃതരാഷ്ട്രയുടെ ദുഷ്ടബുദ്ധിയെ നേർവഴിക്ക് ആക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, മുടിയനാണ് വിധിയെങ്കിൽ മുടിയും. നന്നായി വർദ്ധിക്കാനാണ് വിധിയെങ്കിൽ കുലം വർദ്ധിക്കും. ഇപ്പോൾ എൻ്റെ പുത്രന്മാരുടെ ഇച്ഛ പോലെ നടക്കട്ടെ. പ്രതികാമി വേഗത്തിൽ പുറപ്പെട്ടു. യുധിഷ്ഠിരൻ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കണ്ടുമുട്ടി. ധൃതരാഷ്ട്രൻ പറഞ്ഞയച്ച വിവരങ്ങളെല്ലാം യുധിഷ്ഠിരൻ അറിയിച്ചു. യുധിഷ്ഠിരൻ, വലിയച്ഛൻ വീണ്ടും എന്നെ ചൂതിന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൽപ്പന നാശമുണ്ടാക്കുമെന്ന് തീർച്ചയാണ്. എന്നാൽ എനിക്ക് അതിനെ ഒഴിവാക്കാനും നിവൃത്തിയില്ല. കളിച്ചാലും ഇല്ലെങ്കിലും വിധിച്ചത് സംഭവിക്കാതിരിക്കുകയില്ല. സ്വർണമായി ഒരിക്കലും ഒരു മാൻ ജനിക്കുകയില്ല. എന്നിട്ടും ശ്രീരാമൻ അതിൽ ഭ്രമിച്ചു. ഒരു കാര്യം തീർച്ചയാണ്, പരാജയത്തിനുള്ള കാലം വന്നാൽ മനുഷ്യൻ്റെ ബുദ്ധിയൊക്കെ മാറിപ്പോകും. യുധിഷ്ഠിരൻ അനുജന്മാരോടും അമ്മയോടും പാഞ്ചാലിയോടൊപ്പം ഹസ്തിനപുരിയിലേക്ക് മടങ്ങി. അവരെ കണ്ടപ്പോൾ ഭീഷ്മൻ, വിതുരൻ, ദ്രോണൻ, കൃപൻ തുടങ്ങിയവർ എല്ലാം അഗാധമായി വ്യസനിച്ചു. ചൂതാട്ടത്തിനുള്ള സഭയിൽ ഒരുക്കി വച്ചിരിപ്പുണ്ടായിരുന്നു. യുധിഷ്ഠിരൻ സഭയിൽ പ്രവേശിച്ചു. ശകുനി പറഞ്ഞു, ധൃതരാഷ്ട്രൻ നിങ്ങളുടെ സകല സമ്പത്തും വിട്ടുതന്നു. അത് നന്നായി. ഇത്തവണ പ്രത്യേകമായൊരു കരാർ വെച്ചിട്ടാണ് കളി. 12 കൊല്ലത്തെ വനവാസത്തെപ്പറ്റി ആസൂത്രണം ചെയ്തിരിക്കുന്ന കരാറിൻ്റെ വ്യവസ്ഥകളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ശകുനി പറഞ്ഞു, 13ാമത്തെ വർഷം കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്ത് വന്ന് ഞങ്ങളുടെ പങ്ക് കൈവശമാക്കാം. ഈ നിശ്ചയം 2 കൂട്ടർക്കും തുല്യമാണ്. വരൂ, കളി തുടങ്ങാം. ശകുനിയുടെ പ്രസ്താവന കേട്ടപ്പോൾ സദസ്യർ ഞെട്ടിപ്പോയി. അവർ ഉച്ചത്തിൽ പലതും പറഞ്ഞു. ചൂത് തടയാൻ ശ്രമിച്ചു. എന്നാൽ യുധിഷ്ഠിരൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്നെപ്പോലെ സ്വധർമ്മപരമായ ഒരു രാജാവ് ചൂതിന് വിളിച്ചാൽ ഞാൻ എങ്ങനെ പിന്മാറും? ഹേ ശകുനി, ഞാൻ തയ്യാറാണ്. നമുക്ക് കളി തുടങ്ങാം. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ശകുനി കള്ളച്ചൂതാടി യുധിഷ്ഠിരനെ തോൽപ്പിച്ചു. ചൂതിൽ തോറ്റ പഞ്ചപാണ്ഡവർ രാജകീയ വേഷം മാറ്റി മാൻതോൽ ധരിച്ച് വ്യവസ്ഥ പ്രകാരം കാട്ടിലേക്ക് പോകാൻ തയ്യാറായി. ദുശാസനും കർണനും പാണ്ഡവന്മാരെ പരിഹസിക്കുകയും നിശിതമായ വാക്കുകളാൽ അസഭ്യവർഷം ചൊരിയുകയും ചെയ്തു. ദുര്യോധനൻ ആഹ്ലാദ തിമിർപ്പോടെ ഭീമന്റെയും മറ്റും നടത്തത്തിൻ്റെ ഹാസ്യാനുകരണം നടത്തി. അവരെല്ലാം കളിയാക്കി. ഇതെല്ലാം കണ്ടപ്പോൾ ഭീമന്റെ രക്തം തിളച്ചു കയറി. അവൻ പറഞ്ഞു, ദുര്യോധന, ഞാൻ വീണ്ടും പറയുന്നു, നിന്നെ ഞാൻ എൻ്റെ ഗദ കൊണ്ട് തച്ചു കൊല്ലും. ദുശാസനന്റെ രക്തം ഞാൻ മൃഗരാജാവിനെ പോലെ കുടിക്കും. പാണ്ഡവന്മാരെ പരിഹസിക്കുന്ന കർണനെ നോക്കി അർജുനൻ പറഞ്ഞു, എടാ കർണ,
ഞങ്ങളുടെ ദുര്യോഗം കണ്ടു നീ അഹങ്കരിക്കേണ്ട. നിന്നെ ഞാൻ കാലപൂരിക്കയക്കുമെന്ന് ഇതാ ശപഥം ചെയ്യുന്നു. ഹിമാലയം ചലിച്ചേക്കാം, സൂര്യൻ കെട്ടുപോയേക്കാം, ചന്ദ്രന് ശൈത്യമില്ലാതാക്കാം, എന്നാലും എൻ്റെ ശാപത്തിന് മാറ്റമുണ്ടാവുകയില്ല. എല്ലാം കൃത്രിമങ്ങളുടെയും കാതലായ ശകുനിയെ നോക്കി കോപാക്രാന്തനായ സഹദേവൻ പറഞ്ഞു, ദുഷ്ട, തോറ്റെന്ന് നീ കരുതുന്നത് ഞങ്ങൾ തോറ്റിട്ടില്ല. യുദ്ധക്കളത്തിൽ വെച്ചു നിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാനായിരിക്കും നിന്റെ അന്തകൻ. ശേഷം വിവരണം അടുത്ത 14-ാമത്തെ വീഡിയോയിൽ തുടരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.